അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹിദായത്ത് സ്റ്റോറി കാത്തു നിൽക്കുന്ന ജസീനയുടെ കഥ കാത്തു നിൽക്കുന്ന എല്ലാവരോടും ആദ്യമായിട്ട് ഞാൻ സോറി പറയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ജസീനയുടെ കഥ നാളെ കേൾക്കാം. ഇന്ന് തൽക്കാലം ഒരു സ്റ്റോറി ഞാൻ കണ്ടപ്പോൾ എനിക്കത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ തന്നെയായാലും അത് നല്ലൊരു പാഠമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പൊന്നു മക്കൾക്ക് നമ്മൾ കാര്യമായിട്ട് ഭൗതിക വിദ്യാഭ്യാസം ഇഷ്ടംപോലെ കൊടുക്കുമല്ലോ അല്ലേ. മദ്രസ പെട്ടെന്ന് നിർത്തും. ഒരു 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ തന്നെ മദ്രസ നിർത്തി, മതി, ഓക്കെ. അത്യാവശ്യം ഖുർആൻ ഓതാനും നിസ്കരിക്കാനൊക്കെ അറിയല്ലോ, അങ്ങനെ മതി, ഓക്കെ, ഇനി സ്കൂൾ പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാതി വഴിയിൽ മദ്രസ പഠിക്കുന്നവർ നിർത്തുന്നവരുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു ഉസ്താദിൻ്റെ ഒരു ക്ലാസ് കേട്ടു. കാരണം കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവൾ വലിയ കുട്ടിയായി, ഇനിയിപ്പോൾ ഓളെ മദ്രസക്ക് വിടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ചോദിക്കുന്നത്, അപ്പോൾ എന്താ സ്കൂൾക്ക് വിടണമെന്ന് കുഴപ്പമില്ലേ, മദ്രസ മാത്രമാണ് അത്ര വലിയ കുഴപ്പം അങ്ങനെയൊക്കെ ആകുന്നതിൽ? സാധാരണ മദ്രസക്ക് നല്ല ദീനി ചിട്ടയിലൊക്കെ വരേണ്ടതല്ലേ. സ്കൂൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെ വെച്ചാൽ മുടി എന്തൊക്കെ കാണിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണമല്ലോ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇവിടെ ഒരു ശരിക്കും എല്ലാവർക്കും ഒരു പാടാകുന്ന രീതിയിൽ ഒരു സ്റ്റോറി ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും അതിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് പ്രവേശിക്കട്ടോ. ഖാദർ ഹാജി എന്ന് പറഞ്ഞ ഒരു നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു സമ്പന്നനാണ്. അദ്ദേഹത്തിനൊരു പുന്നാര മകളുണ്ട്. ഡോക്ടർ അയക്കണേ ഡോക്ടർ ഫർസാനയാണ്. 5 വർഷം MBBS ഒക്കെ പഠിച്ച് ഡോക്ടർ ഫർസാന. ഖാദർ ഹാജിക്കാണെങ്കിൽ ആണായിട്ടും പെണ്ണായിട്ടും ആ ഒരു ഫർസാന മാത്രമേ ഉള്ളൂ. ഒരേ ഒരു മകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തലയിലും നിലത്തൊന്നും വെക്കാതെ നെഞ്ചിൽ വെച്ചാണ് അദ്ദേഹം അവളെ വളർത്തിയത്. നമ്മൾ ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ ആ കുട്ടിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ സ്നേഹം വാരിക്കോരി കൊടുത്ത് വളർത്തുമല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ മകളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഡോക്ടർക്കാക്കി അത്രക്കും സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയതാണ്. ഫർസാനക്ക് ഏകദേശം കല്യാണപ്രായമൊക്കെ ആയി തുടങ്ങി. ഏകദേശം ഇപ്പോൾ MBBS ആകുകയാണെങ്കിൽ തന്നെ +2 കഴിഞ്ഞ് പഠിച്ചാലും ഏകദേശം 24 ഒക്കെ വയസ്സാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്താണ് അവൾക്ക് വിവാഹം ആലോചിക്കുന്നത്. അങ്ങനെ ഫർസാനയുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഖാദർ ഹാജി എൻ്റെ വീട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി, നിങ്ങളെല്ലാവരും വരണം, മോളുടെ ഒരു മോളല്ലുള്ളത്, അവളുടെ പെണ്ണ് കാണലാണ്, അപ്പോൾ എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ചെറുക്കനെങ്കിലും ഒന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. കാരണം എന്താ, എത്രയോ ആലോചനകൾ വന്നിട്ട് അവൾക്ക് ഒറ്റൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഖാദർ ഹാജി മനമുരുകി പ്രാർത്ഥിക്കണം, പഠിച്ചോനെ എൻ്റെ മോൾക്ക് ഈ ഒരു ചെക്കനെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു റബ്ബേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഒരുപാട് പേര് മടങ്ങിപ്പോയിട്ടുണ്ട്. ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും വക്കീലന്മാരായിട്ടും കച്ചവടക്കാർ, ബിസിനസ്, അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ കാണാൻ വന്നിട്ടും ഫർസാനക്ക് ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ, സുന്ദരിയാണ് ഫർസാന. സുന്ദരിയായ ഫർസാനയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫർസാനക്ക് ആരും ഇഷ്ടമായില്ല. ഇഷ്ടമായില്ലെന്ന് അത് മാത്രമല്ല, അവളെ മുഖത്ത് നോക്കി പറയും എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? കാണാൻ വന്ന ആ ഒരു ചെക്കന്മാരുടെയൊക്കെ അവസ്ഥ എത്ര ആയിരിക്കും? എന്നാൽ ഇപ്പോൾ ഇന്ന് കാണാൻ വരുന്നത് ഡോക്ടർ ഷഫീഖാണ്. ഷഫീഖ് എന്ന പേരുള്ള ഒരു ഡോക്ടറാണ് ഇവിടെ കാണാൻ വരുന്നത്. ഷഫീഖ് എന്ന ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സുന്ദരനാണ്, സുമുഖനാണ്, എല്ലാം ഒത്തിണങ്ങിയ ശരീരം എന്നൊക്കെ പറയല്ലേ, അതുപോലുള്ള മുഖം കൊണ്ടായാലും ശരീരം കൊണ്ടായാലും വിദ്യാഭ്യാസം ആണെങ്കിലും ലുക്കായാലും അങ്ങനെ മൊത്തത്തിൽ അടിപൊളി ഒരു ചെക്കനാണ് ഷഫീഖ്, ഡോക്ടർ ഷഫീഖ്. ഏതൊരു പെൺകുട്ടിയും കൊതിക്കുന്ന രീതിയിലുള്ള സ്വഭാവവും പ്രകൃതവും, പോരാത്തതിന് സർക്കാർ ആശുപത്രിയിലാണ് ജോലിയുള്ളത്. സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞാൽ എന്നും ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ എല്ലാം ഒത്തിണങ്ങിയ ഒരു സുമുഖനായ ചെറുപ്പക്കാരന് നമ്മളെ ഫർസാനയെ പെണ്ണ് കാണാൻ വരികയാണ്. പതിവ് പോലെ ഫർസാൻ അവരുടെ മുമ്പിലേക്ക് ചായയുമായി വന്നു. ശരിക്കും ആ ഷഫീഖിനെ കണ്ടപ്പോഴേ ഓൾ ശരിക്കും അത്ഭുതപ്പെട്ടു. അല്ലാ, ഇത്രയ്ക്ക് സുന്ദരനായ ഒരാളോ? ഒറ്റ നോട്ടത്തിൽ തന്നെ ഫർസാനക്ക് ഷഫീഖിനെ നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ച് വിദ്യാഭ്യാസമുള്ള പെണ്ണായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആണുങ്ങളോട് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവള് അവനോട് ചോദിച്ചു. ഷഫീഖ് ഡോക്ടറോട് ഫർസാന ഡോക്ടർ ചോദിച്ചു കൊണ്ടിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ. അവന് നല്ല രീതിയിലുള്ള ഉത്തരവ് നൽകി. അതൊക്കെ അവൾക്ക് പെരുത്ത് ഇഷ്ടമായിട്ടോ. യാതൊരു രീതിയിലുള്ള ഒരു കംപ്ലൈൻറ്റും ഇല്ല അവനെക്കുറിച്ച്. അങ്ങനെ മൊത്തത്തിൽ ഇഷ്ടമുള്ള ഒരു യുവാവ്. ഫർസാന ഷഫീഖിനോട് പറഞ്ഞു, ഷഫീഖ്
എനിക്ക് ഷഫീഖിനെ ഇഷ്ടമായിട്ടുണ്ട്. എന്നാൽ അത് കേട്ട് ഷഫീഖ് പറയണം, ഫർസാന, എനിക്ക് നിന്നെയും ഇഷ്ടമായി. ഫർസാനയെ പോലെ സുന്ദരിയായൊരു പെൺകുട്ടിയെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക? ഡോക്ടറുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ശരിക്കും ഫർസാന നാണം കൊണ്ട് തല താഴ്ത്തിപ്പോയി. പക്ഷെ പിന്നീട് ഷഫീഖ് ഡോക്ടർ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതിരിക്കട്ടെ ഫർസാന, മോൾ എത്ര വരെ മദ്രസ പഠിച്ചു? സാധാരണയായി നമ്മൾ സ്കൂൾ എത്ര വരെ പഠിച്ചു അങ്ങനെയൊക്കെ ചോദിക്കും, എന്താ ചെയ്യുന്നതെന്നൊക്കെ. മദ്രസയുടെ കാര്യം അധികം ആരും ചോദിക്കാറില്ല. പക്ഷേ ഫർസാനയോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ശരിക്കും ഫർസാന ഒന്ന് ഞെട്ടിപ്പോയി. ഷഫീഖിൻ്റെ ചോദ്യം കേട്ട് ഫർസാന എന്ത് പറയണം എന്നറിയാതെ അവൾ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. പിന്നീട് അവൾ പറഞ്ഞു, ഷഫീഖ്, ഞാൻ മദ്രസയിൽ പോയിട്ടില്ല. ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും ഞാൻ പഠിച്ചത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തത് കാരണം തന്നെ അന്ന് മദ്രസയിൽ പോകാനൊന്നും സമയം കിട്ടിയില്ല. കാരണം രാവിലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണമല്ലോ. പിന്നെ മദ്രസ പഠിക്കാൻ എവിടെ സമയം? അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഷഫീഖ്. ഷഫീഖ് ഒരു നിമിഷം ഞെട്ടിപ്പോയി അവളോട് ചോദിച്ചു, എന്ത്? ഫർസാന മദ്രസയിൽ പോയിട്ടില്ലെന്നോ? നീ ദീനി വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടിയാണോ ഫർസാന? വിശുദ്ധ ഖുർആനും ഹദീസും പ്രവാചക ചരിത്രങ്ങളൊന്നും നിനക്കറിയില്ലേ ഫർസാന? മദ്രസയിൽ തീരെ പോയിട്ടില്ലെന്നാണോ നീ പറയുന്നത്? അതെല്ലാം കേട്ടുകൊണ്ട് ഫർസാന അറിയില്ലെന്ന് തലയാട്ടി. ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഖുർആനും ഹദീസും പ്രവാചക ചരിത്രവും ഒന്നും എനിക്കറിയില്ല. ഞാൻ മദ്രസ പഠിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ ഫർസാനയെ കാണാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ചോദ്യം ആരും അവളോട് ചോദിച്ചിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഒരു സുന്ദരനായ സുമുഖനായ ഒരാൾ വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അവളാകെ നാണം കെട്ടുപോകുന്ന രീതിയിലായിപ്പോയി. ഷഫീഖിൻ്റെ ആ ഒരു സംസാരം കേട്ടപ്പോൾ, അവളൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾ എന്തൊക്കെയോ ഓർത്തുപോയി. ഡോക്ടർ ഷഫീഖ് കുറച്ച് ആലോചിച്ച ശേഷം അവളോട് പറയാണ്, ഫർസാന, നിന്നെ വിവാഹകാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് നീ ക്ഷമിക്കണം. അത് കേട്ട് ഫർസാന ശരിക്കും ഞെട്ടിപ്പോയി. ഫർസാന, ഞാൻ നല്ല ദീനിയായ പെൺകുട്ടിയെയാണ് അന്വേഷിക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിൽ ക്ഷമിക്കണം. ഞാൻ പോവുകയാണ്. അതെല്ലാം കേട്ട് ഫർസാന തരിച്ചിരുന്നു. കോപവും അപമാനവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ എത്രയോ ആളുകൾ കാണാൻ വന്നതാണ്. എത്രയോ ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമല്ലെന്ന്, എനിക്ക് നിങ്ങൾ ഇഷ്ടമായിട്ടില്ലെന്ന്. പക്ഷേ എന്നാൽ ഇന്ന് ആദ്യമായി ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു ഇഷ്ടമായില്ലെന്ന്. അതും ഇത്രക്കും സൗന്ദര്യമുള്ള എൻ്റെ മുഖത്ത് നോക്കി. ഷഫീഖിൻ്റെ ആ പോക്ക് കണ്ടപ്പോൾ ഖാദർ ഹാജി മനസ്സിലാക്കിയത് മകൾക്ക് അവനെ ഇഷ്ടമായെന്നാണ്. അദ്ദേഹം നേരെ മകളുടെ റൂമിലേക്ക് ചെന്നു. മോളെ, എന്തായി ഡോക്ടർ ഷഫീഖിനെ മോൾക്ക് ഇഷ്ടമായോ? എന്നാൽ അവൾ കണ്ണുനീർ തുടക്കുന്നതാണ് കണ്ടത്. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നു. ശരിക്കും അത് കണ്ടപ്പോൾ ബാപ്പാക്ക് ഏറെക്കുറെ ബോധ്യമായി. മകളുടെ മുഖത്ത് പുഞ്ചിരിയില്ല, അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇത്രക്കും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ മകൾക്ക് ഇഷ്ടമില്ലെന്നറിഞ്ഞപ്പോൾ ഖാദർ ഹാജിക്ക് വല്ലാതെ കോപം വന്നു. അയാൾ മകളുടെ റൂമിലേക്ക് വീണ്ടും ചെന്നു. ഖാദർ ഹാജി പറയുന്നു, മോളെ, ഈ വന്ന സുന്ദരനായ ചെറുപ്പക്കാരനെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതി. ഞാൻ അതാണ് വിചാരിച്ചത്. നീ അവനെയും പിണക്ക് അയച്ചു അല്ലേ? ഇനി ആരെയാണ് നിനക്ക് ഇഷ്ടമാവുക? ഒന്ന് പറയുമോ വായ തുറന്ന്? എന്നാൽ അത് കേട്ട ഫർസാന പറയുകയാണ്, ഉപ്പ, ഞാൻ ഡോക്ടർ ഷഫീഖിനെ പിണക്കി അയച്ചതല്ല. പിന്നെന്താ? അവനെന്താ അങ്ങനെ ഇറങ്ങിപ്പോയത്? അതുമാത്രല്ല, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? പിന്നീട് ഫർസാന നടന്നതെല്ലാം ഉപ്പയോട് പറയുകയാണ്. ഉപ്പ, മദ്രസ എത്ര വരെ പഠിച്ചെന്ന് ചോദിച്ചു. ഖുർആൻ അറിയുമോ, ഹദീസ് അറിയുമോ, ചരിത്രങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു മറുപടി. ഫർസാന ഉപ്പയോട് അതെല്ലാം വിവരിച്ചു. തൻ്റെ മകൾക്ക് ദീനീയ വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണ് റോസാപ്പൂ പോലത്തെ ആ യുവാവ് പിണങ്ങിപ്പോയതെന്നറിഞ്ഞപ്പോൾ
ഖാദർ ഹാജി അറിയാതെ പൊട്ടിക്കരഞ്ഞു. എൻ്റെ റബ്ബേ, എന്താണ് ഞാൻ കേട്ടത്? മകളെ ദീൻ പഠിപ്പിക്കാത്തതിൽ അന്ന് ആദ്യമായി അയാൾക്ക് കുറ്റബോധം തോന്നി. പഠിച്ചോനെ, ഇതെല്ലാം എൻ്റെ പണി തന്നെയാണ്. ഞാനാണ് മകൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടട്ടെ എന്ന് കരുതി വെറും ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം പഠിപ്പിച്ചത്. ഇപ്പോൾ അല്ലാ. പക്ഷേ അപമാനവും കോപവും നിമിത്തം ഫർസാനക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയാണ് തോന്നിയത്. അവളിലെ അഹങ്കാരം ഉണർന്നു. തന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയ ആ ഡോക്ടർ തന്നെ നിക്കാഹ് കഴിക്കണം. അവൾ ആലോചിക്കുകയാണ്. അവൾ ആ കാര്യം ഉറപ്പിക്കുകയാണ്. തൻ്റെ ഉപ്പയെയും ഈ ഒരു വിവരം അറിയിച്ചു. ഉപ്പ, എന്നെ അപമാനിച്ചിറങ്ങിപ്പോയ ആ ഡോക്ടർ തന്നെ ഞാൻ നിക്കാഹ് കഴിക്കും. ഉപ്പ നോക്കിക്കോ. മോളെ, അതെങ്ങനെ? അതൊക്കെയുണ്ട്. ആ നിമിഷം തന്നെ ഉപ്പ അതാ ഡോക്ടറെ വിളിക്കുന്നു. ഹലോ, ഡോക്ടർ ഷഫീഖ് അല്ലേ? അതെ, നിങ്ങൾ എൻ്റെ മകളെ കാണാൻ വന്ന ഫർസാനയുടെ ഉപ്പയാണ് ഞാൻ. എൻ്റെ മകൾക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഡോക്ടർ ചോദിച്ചു. എന്താണാവോ? അതെ, നിങ്ങൾ ഒരു വർഷത്തേക്ക് മറ്റൊരു വിവാഹം കഴിക്കരുത് എന്നാണ് തൻ്റെ മകൾ പറയുന്നത്. എൻ്റെ മകൾക്ക് ആരെയും ഇഷ്ടമാവാറില്ല. പക്ഷേ നിങ്ങളെ അങ്ങ് ഇഷ്ടമായിപ്പോയി. ഒരു വർഷത്തേക്ക് ദയവായി നിങ്ങൾ നിങ്ങളുടെ വിവാഹം ഒന്ന് നീട്ടിയിടണം. എൻ്റെ മകൾ നിങ്ങളെ ആഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ദീന് പഠിക്കാൻ ഒരവസരം കൊടുക്കണം. ഉപ്പ വളരെയധികം താഴ്മയോടെ അതാ ഷഫീഖിനോട് അത് പറയുന്നു. ഡോക്ടർ ഷഫീഖ് നല്ലവനായതുകൊണ്ട് തന്നെ അത് സമ്മതിച്ചു. അപ്പോഴാണ് ഫർസാനക്ക് അല്പമെങ്കിലും സന്തോഷമായത്. അവൾ കരുതി, പഠിച്ചോനെ, ദീൻ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിവാഹബന്ധം കിട്ടിയില്ല. എനിക്കത് നേടിയെടുത്ത് മതിയാവുള്ളൂ. ഫർസാനയുടെ അയൽപ്പക്കത്തെ ടീച്ചറാണ് സാബിറ ടീച്ചർ. ദീൻ പഠിക്കുന്നതിനെക്കുറിച്ച് പലവട്ടം ആ ടീച്ചർ ഇവളോട് പറഞ്ഞിരുന്നു. പക്ഷേ അന്നൊന്നും അവൾക്കതിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഡോക്ടർ ഭർത്താവായി വരും എന്നറിഞ്ഞപ്പോൾ അവൾക്ക് അതിനൊക്കെ താല്പര്യം തോന്നി. എങ്ങനെയെങ്കിലും പ്രിയപ്പെട്ട ഡോക്ടറെ സ്വന്തമാക്കണം എന്നാണ് അവൾ ആഗ്രഹിച്ചത്. അവൾ സാബിറ ടീച്ചറോട് കാര്യങ്ങൾ പറയുകയാണ്. എങ്ങനെയെങ്കിലും ദീൻ പഠിച്ച് എനിക്ക് ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് തന്നെ മഹർ വാങ്ങണം. അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. തന്നെ അപമാനിച്ച ഡോക്ടറോടുള്ള ആ ഒരു പക, ആ ഒരു വാശി, ആ ഒരു വൈരാഗ്യം, അത് എനിക്ക് ദീൻ പഠിക്കാൻ ഒരു കാരണമായി. അത് അയാളെ തന്നെ നിക്കാഹ് കഴിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാബിറ ടീച്ചർ അവൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ അവൾ മതപഠനത്തിൻ്റെ ഒരു കോഴ്സിൽ ചേരുകയാണ്. എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും. ആദ്യ ദിവസങ്ങളിലൊക്കെ ഖുർആൻ പഠിക്കാൻ വളരെയധികം പ്രയാസം തോന്നിയിരുന്നു. പിന്നെ ദീനിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അവൾക്ക് പുതിയൊരു ഉണർവ് കൈവന്നതുപോലെ തോന്നുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ ആഴത്തിലേക്ക് ചെന്നപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരനുഭൂതി അവളെ വലയം ചെയ്തു. ഫർസാന ഇപ്പോൾ ആകെ അവളുടെ ചിന്തയൊക്കെ മാറിയിരിക്കുന്നു. അവൾക്ക് ഈമാൻ മനസ്സിലേക്ക് കയറിയിരിക്കുന്നു. അവൾക്ക് ദീനിനോട്, ഇസ്ലാം ദീനിനോട്, അതിൻ്റെ നിയമങ്ങളോടൊക്കെ കൂടുതലായിട്ട് ഇഷ്ടം തോന്നുകയാണ്. പല ഖുർആൻ വചനങ്ങളും അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഇതുവരെ വിശുദ്ധ ഖുർആൻ പഠിക്കാത്തതിൽ, അതൊന്ന് തൊടാത്തതിൽ, അതൊന്ന് നോക്കാൻ പറ്റാത്തതിൽ അവൾക്ക് വല്ലാത്തൊരു ഖേദം തോന്നി. പഠിച്ചോനെ, ഇത്രയ്ക്കും വയസ്സായിട്ടും ഞാൻ ആ ഖുർആൻ ഒന്ന് എടുത്തു നോക്കുകയോ ഒന്ന് വായിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ ഒരു വർഷം കൊണ്ട് തന്നെ അവൾ ഇസ്ലാമിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരുന്നു. ഖുർആൻ വചനങ്ങൾ പലതും ഫർസാന മനഃപ്പാടമാക്കുന്നു. അവളിലെ പകയും അഹങ്കാരവുമെല്ലാം എങ്ങോ പോയി ഒളിച്ചു. ഇസ്ലാം അവളെ പുതുജന്മം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ഇസ്ലാമിൻ്റെ പവിത്രത അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഡോക്ടർ ഷഫീഖ് ഒരിക്കൽ കൂടി അവളെ പെണ്ണ് കാണാൻ വരുന്ന സമയം ഉപ്പ പറഞ്ഞു, 1 വർഷമായല്ലോ, ഇനി ഒന്നുകൂടി പെണ്ണ് കാണാൻ വന്നോളൂ. ഉപ്പയുടെ നിർദ്ദേശപ്രകാരം അതാ ഡോക്ടർ ഷഫീഖ് വരുന്നു 1 വർഷത്തിന് ശേഷം. എന്നാൽ താൻ കാണാൻ പോകുന്ന ആ ഒരു പെണ്ണ്, അതും അന്നത്തെ പോലെയല്ല. തൻ്റെ മുമ്പിൽ ഹിജാബണിഞ്ഞ് ഭവ്യതയോടെ തെല്ല നാണത്തോടെ നിൽക്കുന്ന ഫർസാനയെ കണ്ട് ഒരു നിമിഷം ഡോക്ടർ ഒന്ന് പകച്ചു നിന്നു. മഹദി, ഫർസാന, ആ ഹിജാബൊന്ന് പൊക്കാമോ? എനിക്ക് ആ മുഖമൊന്ന്
കാണാനായിരുന്നു. ഹിജാബിൽ നാണിച്ചു നിൽക്കുന്ന ഫർസാന. അവൾ ആ ഹിജാബ് പൊക്കിയപ്പോൾ കൂടുതൽ സുന്ദരിയായതുപോലെ അവന് തോന്നുകയാണ്. സന്തോഷം കൊണ്ട് അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. പരാജയത്തിലേക്ക്, നാശത്തിലേക്ക് വഴുതി വീണ തൻ്റെ കൈ പിടിച്ച് സന്മാർഗത്തിൻ്റെ വിജയപാത കാണിച്ചു തന്ന എൻ്റെ ഷെഫീഖ് ഡോക്ടർ ഷെഫീഖിനോട് അവൾ നന്ദി പറയുകയാണ്. അങ്ങനെ ഡോക്ടർ ഫർസാന ഡോക്ടർ ഷെഫീഖിൻ്റെ കല്യാണ പെണ്ണായി മാറി. ഫർസാന മഹറായി ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനായിരുന്നു. വിവാഹശേഷവും അവൾ തൻ്റെ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഒരു പാഠമുണ്ട്. കുട്ടികളെ ചെറുപ്രായത്തിൽ മദ്രസയിലേക്ക് അയക്കണം. അവർ സ്വൽസ്വഭാവികളായി സദാചാര മര്യാദകൾ പഠിച്ച് വളരട്ടെ. മദ്രസകൾ നമ്മുടെ കേന്ദ്രമാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ ഇതിനനുസരിച്ച ഒരു കമൻറ്റ് എല്ലാവരും ഇടണം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഇതൊരു പാഠമാട്ടെ. ഈ കാലത്തെ മദ്രസ വിദ്യാഭ്യാസം പലരും ഒഴിവാക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾക്ക് ഭൗതിക പഠനം മാത്രമല്ല വേണ്ടത്, മതപഠനം വേണം. ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസീനയുടെ കഥയുമായിട്ട് ഇൻഷാ അല്ലാ നാളെ വരാട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചെയ്യാൻ മറക്കരുതേ.